വിശേഷം? എല്ലാവരും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് പാവയ്ക്ക മെഴുക്ക് വരട്ടിയാണ്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള റെസിപ്പിയാണ് കേട്ടത്. കാരണം ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് പാവയ്ക്കയുടെ കയ്പ്പ് കുറച്ചിട്ട് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് മുൻപ് പാവയ്ക്കയുടെ 2 റെസിപ്പീസ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അത് ചാറുകറി ആയിട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അത് കാണാത്തൊരു കാണാൻ മറക്കരുത്. സെയിം ടിപ്പ് തന്നെയാണ് ഇതിലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതിനുശേഷം എനിക്ക് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കറിവേളിൻ്റെ ഒരു ഫോളോവർ ഉണ്ട്, അഞ്ജന. പുള്ളിക്കാരി അയച്ചതാണ്, കോട്ടയത്തു നിന്നാണ് അയച്ചത്. ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അഞ്ജന. അച്ഛനമ്മ ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്, ഫ്ലാറ്റിൽ വന്നതാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ ഒട്ടും താമസിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് പാവയ്ക്ക മെഴുക്ക് വരട്ടി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് കയ്പ്പയ്ക്ക മെഴുക്ക് വരട്ടി തയ്യാറാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ 2 കയ്പ്പയ്ക്കാണ് എടുത്തിരിക്കുന്നത്. കയ്പ്പയ്ക്ക എന്ന് പറയും, അതേസമയം പാവയ്ക്ക എന്ന് പറയും നമ്മളതിനെ. ഓക്കെ, അപ്പോൾ 2 പാവയ്ക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കയ്പ്പയ്ക്ക കട്ട് ചെയ്യാം. അപ്പോൾ കയ്പ്പയ്ക്ക കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കുരുവും ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യണം. ഞാൻ ഇതിന് മുമ്പ് കയ്പ്പയ്ക്കയുടെ 2 തരത്തിലുള്ള കറി ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തൊരു കാണാൻ മറക്കരുതേ. ഒന്ന് കയ്പ്പയ്ക്ക പാൽക്കറിയും മറ്റൊന്ന് കയ്പ്പയ്ക്ക പുളിയും കറിയും കേട്ടോ. അപ്പോൾ കയ്പ്പയ്ക്ക മെഴുക്ക് വരട്ടി കുറേ പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നാട്ടിൽ വരുമ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന്. കാരണം നാട്ടിലൊക്കെ നല്ല കയ്പ്പയ്ക്ക കിട്ടും. ഇത് പച്ച കളറിലും കിട്ടും, വെള്ള കളറിലും കിട്ടും കയ്പ്പയ്ക്ക. അപ്പോൾ വെള്ള കളറിലുള്ള പാവയ്ക്കയുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം കയ്പ്പരസം ഉണ്ടാവില്ല. അതേസമയം പച്ച കളറിലുള്ള കയ്പ്പയ്ക്ക കുറച്ച് കൂടുതൽ കയ്പ്പരസം ഉണ്ടായിരിക്കും. പക്ഷേ ഏറ്റവും നല്ലത്, ശരീരത്തിന് നല്ലത് എന്ന് പറയുന്നത് കയ്പ്പ് കൂടുതലുള്ള കയ്പ്പയ്ക്ക തന്നെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത് അതേപടി കഴിക്കാനാണ് ഏറ്റവും നല്ലത്. പക്ഷേ നിങ്ങൾക്ക് അഥവാ അത്രയും കഴിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കയ്പ്പരസം കുറയ്ക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാര്യം എങ്ങനെ ചെയ്യുന്നതെന്ന്. എന്നാലും അത് കാണാത്തവർക്ക് വേണ്ടി ഞാൻ വീണ്ടും പറയുകയാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ 2 കഷ്ണമായിട്ട് മുറിച്ചിട്ടില്ലേ കയ്പ്പയ്ക്ക, അതിന് വീണ്ടും നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അങ്ങ് മുറിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് ഒരു കട്ടും കൂടെ കൊടുക്കാം, അതായത് 4 ആയിട്ട് മുറിക്കാം. പക്ഷേ ഞാനിപ്പോൾ ഇതിനെ 2 ആയിട്ട് തന്നെ മുറിച്ചിട്ടുള്ളൂ. ഇതിന് എന്നിട്ട് എന്ത് ചെയ്യണം, നമുക്കങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി അങ്ങ് മുറിച്ചെടുക്കാം. കേടായ ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് കട്ട് ചെയ്ത് കളയാം. ഇത് ഒരു കയ്പ്പയ്ക്കാനെ മുറിച്ചെടുക്കാം. പിന്നെ അതങ്ങ് നമ്മൾ റോസ്റ്റ് ചെയ്ത് വരുമ്പോൾ അതങ്ങ് കുറച്ചും കൂടെ ചെറുതായിട്ട് മാറും. അപ്പം ഞാൻ എപ്പോഴും ഈ ഒരു സൈസിലാണ് മുറിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനേക്കാളും വേണമെങ്കിൽ ചെറുതാക്കി അങ്ങ് മുറിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരൊക്കെയോ, എന്താണ് ചേച്ചി ആകെ ബഹളാണല്ലോ. അപ്പോൾ പാലം പണിയാണെന്നാണ് പറയണത്. അപ്പുറത്തൊരു ചെറിയൊരു പാലുണ്ടേ, കലിങ്ക്. അപ്പോൾ അതിൻ്റെ പണി നടക്കുക. അപ്പോൾ ഇതുപോലെ അങ്ങനെ നൈസായിട്ട് 2 കയ്പ്പയ്ക്കയും അല്ലെങ്കിൽ പാവയ്ക്ക അരിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഓൾറെഡി ഞാൻ വാഷ് ചെയ്തിട്ടുള്ള പാവയ്ക്കായിരുന്നു. എങ്കിൽ പോലും ഇനിയിപ്പോൾ ഇതെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് പുളിവെള്ളത്തിൽ ഇട്ട് വെക്കാൻ പോവാണ്. അപ്പോൾ പുളിവെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കയ്പ്പരസം കുറച്ച് കുറയും. അപ്പോൾ നിങ്ങൾക്ക് കയ്പ്പരസം കുറയ്ക്കേണ്ട, ആസിറ്റീസ് കഴിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രൊസീജിയർ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യാം. നമ്മൾ സാധാരണ രീതിയിൽ തന്നെ അങ്ങ് ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഈ മുറിച്ചിട്ടുള്ള കയ്പ്പയ്ക്ക് നമുക്ക് കുറച്ച് പുളിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിലോട്ടങ്ങ് ഇട്ട് വെക്കുകയാണ്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം നമുക്ക്. എന്നിട്ട് ഒരു 10-20 മിനിറ്റ് ഇതിലിരുന്നോട്ടെ. അതിന് ശേഷം കംപ്ലീറ്റ് വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്കങ്ങ് എടുക്കണം. അപ്പോൾ പലരും പറയും ഇപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണം നഷ്ടപ്പെടും എന്നൊക്കെ പറയും. അത് സത്യമാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണം നഷ്ടപ്പെടും. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാരണം, നിങ്ങൾക്ക് കയ്പ്പരസത്തോടു കൂടി കഴിക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പക്ഷേ പറ്റാത്ത കുറേ കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഞാനതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ പുളിവെള്ളമാണ്, ഇപ്പോൾ ഒരു ചെറിയ ലെമൻ്റെ സൈസ് ഉള്ള പുളിയാണ് ഞാൻ പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 10-20 മിനിറ്റ് നമ്മളിത് ഇട്ട് വെച്ചതിന് ശേഷം നന്നായി വാഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മൊത്തത്തിൽ ഞാൻ 2 പാവയ്ക്ക് ഇതുപോലെ തന്നെ ചെറുതാക്കി അരിഞ്ഞിട്ടതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. ഇവിടെ ആകെ ബഹളമായാണ് കേട്ടോ, നിങ്ങളൊന്ന് ക്ഷമിക്കണേ. അപ്പോൾ ഞാനത് 2 പാവയ്ക്ക് അരിഞ്ഞിട്ട് ഈ പുളിവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു 20 മിനിറ്റെങ്കിലും മിനിമം സോക്ക് ചെയ്ത് വെക്കണം. അതിനുശേഷം ഞാൻ പറഞ്ഞ പോലെ നന്നായി വാഷ് ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്ത് എടുക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഒരു സവാള കട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് സവാളയും വേണം, ചെറിയുള്ളിയും വേണം. പക്ഷേ നിങ്ങളുടെ അടുത്ത് ചെറിയുള്ളി ഇല്ലെങ്കിൽ സവാള മാത്രം യൂസ് ചെയ്താൽ മതി. ഞാനിവിടെ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് നീളത്തിലങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു സവാള നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 3 പച്ചമുളക് എടുക്കാം. ഇവിടുത്തെ പച്ചമുളക് എന്ന് പറയുന്നത് വലിയ പച്ചമുളകാണ്. അതുകൊണ്ട് എണ്ണം പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ശരിയാവുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ദുബായിലൊക്കെ ഉള്ള പച്ചമുളകാണെങ്കിൽ 3 എണ്ണം. ഇപ്പോൾ ഇവിടുത്തെ പച്ചമുളക് ഞാൻ 2 എണ്ണം വലുത് കേട്ടോ. പിന്നെ എരിവനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണത്തിലൊക്കെ മാറ്റം വരുത്താം. 2 പച്ചമുളക് എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ അതുപോലെ തന്നെ എടുക്കാൻ പോകുന്നത് ചെറിയുള്ളിയാണ്. ഒരു 10-15 ചെറിയുള്ളി ഞാൻ എടുക്കും. കാരണം ചെറിയുള്ളിയുടെ ടേസ്റ്റാണ് ഏറ്റവും മുന്നിട്ട് നിൽക്കുക. അപ്പോൾ ചെറിയുള്ളി നിങ്ങൾക്ക് വേണമെങ്കിൽ അരിഞ്ഞിടാം. അതല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചതച്ചാണ് എടുക്കാൻ പോകുന്നത്.
പിന്നെ ഞാനിതിലേക്ക് ചതച്ച മുളക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചതച്ച മുളക് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ചതച്ച മുളക് ഇല്ല എന്നുണ്ടെങ്കിൽ മുളക് പൊടി യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താണ് ഐറ്റംസ് ഉള്ളത് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അപ്പോൾ വീണ ചേച്ചി ഇത് ചെയ്തോന്ന് വെച്ചിട്ട് നിങ്ങൾ അതന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നമ്മൾ മാറ്റങ്ങൾ വരുത്താം. ഓക്കെ, പക്ഷേ നമ്മൾ പാവയ്ക്ക അരിഞ്ഞത് പുളിവെള്ളമൊക്കെ നന്നായി വാഷ് ചെയ്തു. അതിനുശേഷം ഒരു സ്ട്രെയിനറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് നനവുള്ളൂ, ഒരുപാടങ്ങ് വെള്ളം ഇല്ല, അതേസമയം ചെറിയ നനവുണ്ട്. പിന്നെ നമുക്കിനി ഇതിൽ വെള്ളം കുക്ക് ചെയ്യുമ്പോൾ ഒഴിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായല്ലോ? അടച്ചു വെച്ച് കുറച്ച് നേരം കുക്ക് ചെയ്തതിന് ശേഷം പിന്നെ തുറന്ന് വെച്ചിട്ടാണ് നമ്മൾ ശരിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്കിനി കുക്ക് ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്കിനി പാവയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി വെക്കുക. അതിലോട്ട് നമുക്ക് അല്പം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയുടെ അളവ് ഡിപ്പെൻസ് കേട്ടോ. നിങ്ങൾക്ക് എത്ര വെളിച്ചെണ്ണ വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. അപ്പോൾ ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു എന്ന് വെച്ചിട്ട് നിങ്ങൾ ഒഴിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഇത് മൊരിച്ചെടുക്കേണ്ട ഒരു ഡിഷ് ആയതുകൊണ്ട് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ എന്തായാലും ഒഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയ ആൾക്കാരൊക്കെ ആണെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. പിന്നെ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് നാടൻ ഡിഷ് ആയതുകൊണ്ട്. ഒന്ന് ചൂടാവുന്ന സമയത്ത് നമുക്കതിലോട്ട് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന സവാള, അതേപോലെ തന്നെ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ കറിവേപ്പില, നാടൻ കറിവേപ്പില ആയതുകൊണ്ട് നമുക്ക് സമാധാനമായിട്ട് ഇട്ട് കൊടുക്കാം. വിഷമൊന്നുമില്ല എന്ന് ഉറപ്പിച്ചിട്ട് നമ്മുടെ പറമ്പിലത്തെ കറിവേപ്പില ധൈര്യമായിട്ട് കഴിക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. ചെറുതായിട്ടൊന്ന് വാടിയതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഞാനൊരു 10 ചെറിയുള്ളി നന്നായി അങ്ങ് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചതച്ചെടുക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കങ്ങ് അരിഞ്ഞിട്ടാലും മതിയാവും. അപ്പോൾ ഞാനൊരു 10 ചെറിയുള്ളി ഇതിലോട്ട് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഞാനിതിപ്പോൾ ഉണ്ടാക്കുന്നത് വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് കേട്ടോ. വാങ്ക് വിളിക്കുന്നുണ്ട് പള്ളിയിൽ, നല്ല ടൈമാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. കാരണം ഈ സവാളയിലേക്കും ചെറിയുള്ളിലേക്കും ഉപ്പ് അത്യാവശ്യം പിടിക്കണം. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഈ പാവയ്ക്ക് ഇട്ടതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതിയാവും. ആദ്യം തന്നെ ഒരുപാട് അങ്ങ് ഇടണ്ട, മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് വാടി വരുന്ന സമയത്ത് ഞാനിതിലേക്ക് ചതച്ച മുളക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ചതച്ച മുളക് അതല്ല എന്നുണ്ടെങ്കിൽ മുളക് പൊടി. ഇപ്പോൾ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി തന്നെ ഏറ്റവും ഞാൻ പ്രിഫർ ചെയ്യുന്നത്. നമ്മൾ 2 പച്ചമുളകിൽ ഓൾറെഡി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് ചതച്ചത് ഇടുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ എരിവ് അനുസരിച്ച് മാറ്റം വരുത്തണം. ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂൺ മുളക് ചതച്ചത് ഇടാൻ പോവുകയാണ്. ഈ സവാളയ്ക്ക് വാടിയതിന് ശേഷം ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അതൊക്കെ എരിവൊക്കെ നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തുക. മുളകിൻ്റെയും പച്ചമണം നന്നായിട്ട് അങ്ങ് മാറണം. പിന്നെ ഞാനിപ്പോൾ എന്താ പറയുക, പിള്ളേർക്കൊക്കെ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ വീണ്ടും ഒരു അല്പം പുളി വെള്ളം പിഴിഞ്ഞൊഴിക്കും. അതുപോലെ തന്നെ അല്പം ശർക്കര ഇട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ അതേസമയം നമ്മൾ കയ്പ്പ് രസമൊന്നും പ്രശ്നമില്ലാത്ത ആൾക്കാർ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലിഞ്ഞ് പാവയ്ക്കിട്ടതിന് ശേഷം അങ്ങ് കുക്ക് ചെയ്തെടുത്താൽ മതി. പാവയ്ക്കയുടെ കയ്പ്പ് രസമൊക്കെ ഒരു ടേസ്റ്റി ആയിട്ടുള്ള കയ്പ്പ് രസമല്ലേ, പക്ഷേ പലർക്കും ഇഷ്ടമില്ല, അതെനിക്കറിയാം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അതൊട്ടും കഴിക്കില്ല. പക്ഷേ ഏറ്റവും ഹെൽത്തിന് നല്ലതാണ് പാവയ്ക്ക. ഷുഗർ പേഷ്യൻസിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, ഒരു അമൃതം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് നന്നായിട്ടങ്ങ് റോസ്റ്റ് ആവട്ടെ കേട്ടോ. അതിനുശേഷം നമുക്ക് പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ചെറിയുള്ളിയും സവാളയും അതുപോലെ തന്നെ മുളകിൻ്റെയൊക്കെ പച്ചച്ചവ നന്നായി മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അതേസമയം അല്പം വെള്ളമുള്ള പാവയ്ക്കയുടെ പീസസ് ഇട്ട് കൊടുക്കാം. ഇനി വെള്ളം ഒഴിക്കുന്നില്ല ഇതിലോട്ടാ. ഇതിലത്തെ വെള്ളത്തിൽ തന്നെ നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. വെയിലുണ്ട് അച്ഛന്ന്. ഇത് കഴിഞ്ഞിട്ടിപ്പോൾ കയ്പ്പയ്ക്ക മെഴുക്ക് പുരട്ടി നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് റോസ്റ്റ് ആയതിന് ശേഷം എരിവ് കുറവാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ തൽക്കാലം ഞാനിപ്പോൾ നോക്കിയിട്ട് ഇപ്പോൾ കളർ തോന്നുന്നില്ല എനിക്ക്, എന്നാലും കുറച്ചൊന്ന് കുക്ക് ആവട്ടെ. അതിന് ശേഷം നമുക്ക് നോക്കിയിട്ട് വേണ്ട പോലെ ചെയ്യാം. തൽക്കാലം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം അടച്ച് വെച്ചിട്ട് അങ്ങ് കുക്ക് ചെയ്യാം. അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അതിന് ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് കുക്കായതിന് ശേഷം നമുക്ക് തുറന്ന് വെച്ചിട്ട് അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം ഇത് ഞാനൊരു 15 മിനിറ്റ് അടച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ തുറന്നിട്ടുണ്ടേ. ഇനി നമുക്കിത് തുറന്ന് വെച്ചിട്ട് തന്നെ നന്നായി അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പരുവം മതി എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് എടുക്കാം. അതേസമയം കുറച്ചും കൂടെ ഒന്ന് റോസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ ഈ സമയത്താണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടി വേണമെങ്കിൽ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം, അതല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു അല്പം ശർക്കരയും ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനിപ്പോൾ തൽക്കാലം ഇതൊന്നും ചെയ്യുന്നില്ല. എനിക്ക് ചെറിയൊരു കയ്പ്പരസം ഇഷ്ടമാണ്. മാത്രമല്ല നമ്മളിപ്പോൾ പുളിവെള്ളത്തിൽ ഇട്ട് വെച്ച കാരണം ഈ പാവയ്ക്ക് കയ്പ്പരസം എന്ന് പറയാനുള്ളതില്ല. ലൈറ്റായിട്ട് എന്തായാലും ഉണ്ടാവും, പക്ഷേ ഓവറായിട്ടുള്ള ഒരു കഴിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നും കാണില്ല. അപ്പോൾ നമുക്കിനി
ചെറിയ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒന്നും കൂടെ ഒന്ന് റോസ്റ്റ് ആവട്ടെ. അപ്പോൾ കുറച്ചും കൂടെ ഒരു ക്രഞ്ചി എഫക്റ്റ് കിട്ടും. ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഒരു അല്പം ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഒരു അല്പം ഉപ്പിട്ട് കൊടുക്കാൻ പോവാണ് ഞാൻ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ നോക്കുക, എന്നിട്ട് ഉപ്പ് കുറവാന്ന് തോന്നുകയാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ജാൻ്റെ അമ്മയൊക്കെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പാവയ്ക്ക മാത്രം അല്പം ഉപ്പ് ചേർത്തിട്ട് ഓവനിൽ മൈക്രോവേവ് ഓവനിൽ അങ്ങ് കുക്ക് ചെയ്തെടുക്കും. ഒരു 15-20 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം ചെറിയ ഉള്ളിയും സവാളയും പച്ചമുളകും വറ്റൽമുളകൊക്കെ ചതച്ചതൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തില്ലേ, അതിലോട്ട് ഓൾറെഡി കുക്ക് ചെയ്തിട്ടുള്ള പാവയ്ക്കയും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുത്ത് റോസ്റ്റ് ചെയ്തെടുക്കും. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ടൈം നമുക്ക് ലാഭം കിട്ടും. പക്ഷേ ഓവനില്ലാത്ത ആൾക്കാർക്കും ചെയ്യണ്ടേ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നത്. അപ്പോൾ ഓവനുള്ളവർ അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ദേ നമ്മുടെ പാവയ്ക്ക് ഇത്രയും ഒരു പരിവായി. 15 മിനിറ്റ് ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ചെയ്ത് ഈ ഒരു പരിവായി. പക്ഷേ ഇത്രയും നിങ്ങൾക്ക് റോസ്റ്റ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം റോസ്റ്റ് ചെയ്താൽ മതിയാവും. പിന്നെ അതിനിടയ്ക്ക് എനിക്ക് ഗസ്റ്റൊക്കെ വന്നു, അതുകൊണ്ട് എനിക്ക് മിഡിലിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റിയില്ല. അപ്പോൾ ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം ഒരു നിർബന്ധമില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല, എപ്പോഴും മീഡിയം ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ. കയ്പ്പ് അടുത്ത് കൂടെ പോയിട്ടില്ല. നമ്മൾ ഇത്ര നേരം പുളിവെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടുള്ള കാരണം. പിന്നെ ഓരോ പാവയ്ക്ക മാറും തോറും പാവയ്ക്കയുടെ കയ്പ്പ് രസത്തിന് ചേഞ്ചസ് വരും. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞ ടിപ്സ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ പാവയ്ക്കയുടെ കയ്പ്പ് ഇഷ്ടപ്പെടുന്ന പോലെ ചിലപ്പോൾ മറ്റുള്ളവർക്ക് പെടണമെന്നില്ല. അതേസമയം ചിലർക്ക് ഭയങ്കരമായിട്ട്, ഇപ്പോൾ ജാൻ്റെ അച്ഛനൊക്കെ ആണെങ്കിൽ നല്ലോണം കയ്പ്പ് രസമുള്ള പാവയ്ക്കാണ് ഇഷ്ടം. അപ്പോൾ അത് ഓരോ മനുഷ്യർക്കും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ഞാൻ മാക്സിമം പോയിൻറ്റ്സ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള പരിപാടി നമ്മൾ അടിപൊളിയായിട്ടുള്ള പാവയ്ക്ക മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള ഒരു നാടൻ റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ഇനിയിപ്പോ പറയുന്ന എന്ത് നാടൻ കറികളായിരിക്കും. കയ്പക്കായ കൈക്കും നാടൻ പിടിക്ക് പിടിക്ക് പിടിക്ക്. Just keep him in. Amma, he is rabbit eating my gloves. നല്ല രൂപം. എന്താ അയർത്ത് കുളിച്ചിരിക്കണം നന്ദു? He is eating my gloves. കുളിക്കണം കേട്ടാ. Never. Kavi. I'm going inside. കേട്ടോ. അപ്പൊ എന്നിട്ട് ടോബീനെ ആരെങ്കിലും വന്നു കഴിഞ്ഞാലോ? ടോബി കൂട്ടിപ്പോ. Hello. Bye bye. ആറ്റോ കൈ നന്നായി വാഷ് ചെയ്യണം കേട്ടാ. He's wearing gloves. ആ എന്നാലും Kavi, come here. എന്താ Okay, ready? Kavi, come here. Ready? You're the Dana. No, you're the Dana. അത് പഠിക്കുന്നു. കുറയ്ക്കാൻ അറിയാലോ. Okay, ready? Toby, run. അവൻ ക്ഷീണിച്ചു. ഞാൻ ചേട്ടൻ്റെ അടുത്തേക്കല്ലേ. You have to catch me, you're the Dana. Stop. വീഴണ്ട അവി. വഴുക്കണ്ട. He got you. You're safe there.